ഹലോ. ജൂൺ മാസം വന്നു, സ്കൂളുകൾ തുറന്നു, കുട്ടികളെല്ലാം സ്കൂളുകളിലേക്ക് പോയി തുടങ്ങി. ആദ്യമായിട്ട് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കേരളത്തിൽ പ്രവേശനോത്സവം എന്ന പേരിൽ ഒരു ആചാരം ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് അച്ഛനും അമ്മേനെയും വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങളും ബലൂണുകളും മധുരപലഹാരങ്ങളൊക്കെ ആയിട്ട് അവരെ സ്വീകരിക്കാൻ ടീച്ചേഴ്സും നാട്ടുകാരും മുതിർന്ന കുട്ടികളും ഒക്കെ അവരെ സ്വീകരിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവുകയും ഇനിയും സ്കൂളിലേക്ക് പോകണമെന്നൊരു വിചാരം, പിറ്റേന്നും പോകണമെന്നൊരു വിചാരം ഉണ്ടാകാനുള്ള നല്ലൊരു കാര്യം തന്നെയാണത്. പക്ഷേ നമ്മളുടെയൊക്കെ കാലത്ത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ 1-ാം ക്ലാസ്സിലാണ് നമ്മൾ ഡയറക്റ്റ് കൊണ്ട് ചേർക്കുന്നത് തന്നെ. അന്നങ്ങനെ LKG UKG അംഗൻവാടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുമ്പം അത്രയും, അന്നൊക്കെ 6 വയസ്സിലാണ് ചേർക്കുന്നത്. 6 വയസ്സ് വരെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ വീട്ടിൽ തന്നെ കളിച്ച് ചിരിച്ച് നടന്ന കുട്ടി പെട്ടെന്ന് ആ സിറ്റുവേഷൻ മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പം കുട്ടി കരഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അവിടെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്കൂളിൽ യാതൊരുവിധ സംവിധാനങ്ങളും ഉണ്ടാവാറില്ല. വടി പിടിച്ച ഒരു ടീച്ചറാണ് അവിടെ ഉണ്ടാകുന്നത്. ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്രം വരക്കുമ്പോൾ പോലും ടീച്ചറുടെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും. ആ വടി കൊണ്ട് നിൽക്കുന്ന ടീച്ചർ നമ്മളെ കുട്ടികളെ വളരെ ദയയില്ലാതെ സ്കൂളിലേക്ക് പിടിച്ചിരുത്തുക എന്നല്ലാതെ അവരോട് കഥ പറയാനോ പാട്ട് പാടാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല സ്കൂളിലൊന്നും അങ്ങനെ ഉള്ളത്. അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ടാവുമായിരിക്കും ചിലപ്പം, പക്ഷേ ഞങ്ങളുടെ ഒന്നും അറിവിൽ അങ്ങനെയുള്ള ടീച്ചേഴ്സ് അന്ന് ഉണ്ടായിരുന്നില്ല. ടീച്ചേഴ്സിനെ പഠിപ്പിക്കണമെന്നല്ലാതെ വരുന്ന കുട്ടികളെ പിടിച്ച് ക്ലാസ്സിലേക്ക് ഇരുത്തുക, കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്ന കുട്ടികളെയും അച്ഛനെയും അമ്മേനെയും കാണാൻ വേണ്ടി എങ്ങനെയടിച്ച് കരയുന്ന കുട്ടികളെയൊക്കെ വടി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവിടെ ഇരുത്തുന്ന ടീച്ചേഴ്സായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നില്ല. ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2-ാമത്തെ ദിവസം പോകുമ്പോൾ ഇനി പോകണ്ട എന്ന് പറഞ്ഞ് കുട്ടികൾ കരയും. അതിനുവേണ്ടി കള്ളത്തരമായിട്ട് വയറുവേദനയും പനിയും അങ്ങനെ പലതും അഭിനയിച്ച് കുട്ടികൾ കുറേ ദിവസം സ്കൂളിൽ പോകാതിരിക്കാനുള്ള ശ്രമം നടത്തും. എങ്കിലും പാരൻസ് അവരെ നിർബന്ധിച്ച് പിടിച്ച് സ്കൂളിൽ കൊണ്ടാക്കാറാണ് പതിവ്. ഒരിക്കൽ പോലും കുട്ടികൾ സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞ് കരയുമ്പം അതൊരു അയ്യോ പാവം അങ്ങനൊരു സങ്കടം ആരും പ്രകടിപ്പിക്കാറില്ല. കാരണം അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ളതുകൊണ്ട് എല്ലാവരും കുട്ടികൾ കരയുന്ന കാണുമ്പോൾ നമ്മൾ ചിരിക്കാറാണ് പതിവ്. ഒരു കുട്ടി വല്ലാതെ കരഞ്ഞ് സ്കൂളിൽ പോകണ്ടെന്ന് കരയുമ്പോൾ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ചിരിക്കാറാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളെ ഇഞ്ചക്ഷന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തും ഇഞ്ചക്ഷൻ വെക്കണ്ട എന്ന് പറഞ്ഞ് കുട്ടികൾ ബഹളം വെച്ച് ഓടുകയും നേഴ്സിനെയൊക്കെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പം എല്ലാവരും അത് വളരെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മാനസികമായിട്ടുള്ള ഒരു വിഷമം കൊണ്ടാണ് അവർ കരയുകയും വേണ്ടാന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ ചെറിയ കുഞ്ഞു മനസ്സിനെ സമാധാനിപ്പിക്കുന്നതിന് പകരം നമ്മളെല്ലാവരും ചിരിച്ചുകൊണ്ടാണ് അതിനെ കാണാറുള്ളത്. അവരോട് സ്നേഹക്കുറവുകൊണ്ടല്ല, പക്ഷേ അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ. പിന്നെ ഇന്നത്തെ കാലത്തെ ഈ പ്രവേശനോത്സവം ഞാൻ വാർത്തയിൽ കാണുമായിരുന്നു കുറച്ച് ദിവസം മുമ്പേ. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, എന്ത് നല്ലൊരു ആചാരമാണ് ശരിക്കും ഇത്. വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടുപിടിച്ച ആരാന്ന് വെച്ചാൽ അവർക്ക് താങ്ക്സ് പറയണം. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുഞ്ഞു വാവകൾ സ്കൂളിലെത്തുമ്പം അവരെ സ്വീകരിക്കാൻ ഒരുപാട് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് പിറ്റേ ദിവസം സ്കൂളിൽ പോകണമെന്നും എന്നൊക്കെ തോന്നും. അപ്പം അത്തരം നല്ല നല്ല കാര്യങ്ങൾ ഒരു മാറ്റം വരുത്തി നമ്മളുടെ പണ്ടത്തെ സ്കൂളിൽ ചേരലിൽ നിന്ന് ഒരു മാറ്റം, അതെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു വലിയ മാറ്റം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രവേശനോത്സവം എന്ന പരിപാടി. അത് കണ്ടുപിടിച്ചവരും അത് നടപ്പിൽ വരുത്തിയവർക്കും എന്തായാലും നമുക്ക് താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് പല പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലൊക്കെ മാറ്റം വരുത്തേണ്ടത്. അപ്പം ഇന്ന് ഇത്രയേ പറയുന്നുള്ളൂ. ഓക്കെ, ബൈ.